മക്കളെ നമ്മളപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ സെക്ഷൻസിൽ ഇപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമ്മളപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ സെക്ഷനിലോട്ട് പോവുകയാണ്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ഓഫ് എ സെറ്റ്, അതുപോലെ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്, അങ്ങനെയുള്ള പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്. അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേം നിങ്ങൾക്ക് സുപരിചിതമാണ് അല്ലേ? നിങ്ങളത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്ലസ് ടുവിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ, അവിടെ പ്ലസ് ടുവിൽ ഒരു ചെറിയ പാർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ പെർമ്യൂട്ടേഷൻ പഠിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ്. അതുപോലെ തന്നെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെയാണ്, പക്ഷേ ഇവിടെ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതെങ്ങനെ പറയുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പെർമ്യൂട്ടേഷൻ ഓഫ് എ സെറ്റ് എ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റാണ്. അപ്പോൾ എയിലെ ഒരു പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമ്യൂട്ടേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നമ്മൾ സാധാരണ പെർമ്യൂട്ടേഷനെ ഡിനോട്ട് ചെയ്യുക സിഗ്മ, റോ, ഇങ്ങനെയുള്ള സിമ്പിൾസൊക്കെയാണ് പെർമ്യൂട്ടേഷനെ ഡിനോട്ട് ചെയ്യാനായിട്ട്, റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾസ്. സിഗ്മ, റോ, അങ്ങനെയുള്ള സിമ്പിൾസാണ്. നമ്മൾ സെറ്റിനെ ABCD എന്ന് ഡിനോട്ട് ചെയ്യുന്ന പോലെ പെർമ്യൂട്ടേഷൻസിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഇതൊക്കെയാണ്. അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്താ, അതുപോലെ മ്യൂ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിലെ പെർമ്യൂട്ടേഷൻ എന്താന്നുള്ള റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെർമ്യൂട്ടേഷൻ ഓൺ എ സെറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് സിഗ്മ ഈസ് എ പെർമ്യൂട്ടേഷൻ ഓൺ എ എന്ന് പറയണമെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് ഈസ് എ ബൈജക്റ്റീവ് ഫങ്ഷൻ ഫ്രം എ ടു ഇറ്റ് സെൽഫ്. അതായത് പെർമ്യൂട്ടേഷൻ ഓൺ എ മീൻസ് ഇറ്റ് ഈസ് എ ബൈജക്റ്റീവ് ഫങ്ഷൻ ഓൺ എ. Bijective function means what? It is a 1-1 onto function. So a permutation on A means it is a bijection on A. അപ്പോൾ നോക്കൂ മക്കളെ, നമ്മൾ ഇപ്പം ഞാൻ എടുക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ എയിൽ നിന്ന് എയിലോട്ട്, അതാണല്ലോ ഒരു പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ടു ഇറ്റ് സെൽഫ്, ബൈജക്ഷൻ ഫ്രം എ സെറ്റ് ടു ഇറ്റ് സെൽഫ് ആണ് പെർമ്യൂട്ടേഷൻ ഓൺ ദാറ്റ് സെറ്റ്. അപ്പം ഞാൻ എടുക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് 1, 2, 3 ആണെന്ന് വിചാരിക്കുക. 3 എലമെൻറ്റ്സ് ഉള്ളൊരു സെറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പെർമ്യൂട്ടേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതിലെ ഈ എയിലെ ഒരു പെർമ്യൂട്ടേഷൻ, ഒരു 1-1 onto ഫംഗ്ഷൻ. അപ്പോൾ നോക്കൂ, സാധാരണ പെർമ്യൂട്ടേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് സിഗ്മയോ, റോയോ, മ്യൂവോ, ഇങ്ങനെയുള്ള സിമ്പിൾസാണ്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഡൊമെയിനിലെ എലമെൻറ്റ്സ്, ഡൊമെയിനിൽ ആരൊക്കെയാണ് വരുന്നത്? 1, 2, 3 എഴുതുന്നത് ശ്രദ്ധിക്കണം. ഡൊമെയിൻ പെർമ്യൂട്ടേഷൻ എന്താണെന്ന് അറിയാം, ഇറ്റ് ഈസ് എ ബൈജക്ഷൻ ഫ്രം എ സെറ്റ് ടു ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഡൊമെയിനിലെ എലമെൻറ്റ്സ്. ഇവിടെ ഡൊമെയിൻ ആരാ? 1, 2, 3. അപ്പോൾ അത് എഴുതി. ഇനി നമ്മൾ സെക്കൻഡ് റോ ആയിട്ട് എഴുതാൻ പോകുന്നത് ഈ 1, ഇതൊരു ഫംഗ്ഷനാന്ന് പറഞ്ഞല്ലോ, ബൈജക്ഷനാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 1 എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? ഈ സിഗ്മ 1നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ എഴുതി, 1 1ലോട്ട് പോകുന്നു, 2 2ലോട്ട് പോകുന്നു, 3 3ലോട്ട് പോകുന്നു. ഇതൊരു പെർമ്യൂട്ടേഷനാണ്. ഈ മാപ്പിംഗ് ഏതാ? അത് ഐഡൻറ്റിറ്റി മാപ്പിംഗ് അല്ലേ? ഇതൊരു പെർമ്യൂട്ടേഷനാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്തൊരു പെർമ്യൂട്ടേഷൻ നോക്കൂ. സിഗ്മ 1, ഇത് സിഗ്മ 1, ഇത് സിഗ്മ 2. അപ്പോൾ ഈ സെറ്റിൽ തന്നെയാണ് കേട്ടോ അടുത്ത പെർമ്യൂട്ടേഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡൊമെയിനിന് മാറ്റമൊന്നുമില്ല, ഇമേജ് സെറ്റാണ്. ഇവിടെ എഴുതുന്ന ആളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. 1, 2, 3 തന്നെയാണ് ഡൊമെയിൻ. ഇനി ഈ സിഗ്മ 2 എന്ന് പറയുന്ന, അപ്പം നൊട്ടേഷൻ നോക്കുക കേട്ടോ, ഇതാ ഓപ്പൺ ബ്രാക്കറ്റ് പോലെ കുറച്ച് വലുതാക്കി ഇടണം, മെട്രിക്സ് അല്ല, തെറ്റിദ്ധരിക്കരുത്. ഇനി ഇവിടെ 1ന് താഴെ എഴുതുന്ന ആള് 1ൻ്റെ ഇമേജാണ് അണ്ടർ സിഗ്മ 2. സിഗ്മ 2 1നെ എങ്ങോട്ട് മാപ്പ് ചെയ്യിക്കുന്നു? ഇത് ഒരു മാപ്പിംഗ് ആണ് ഇത് കേട്ടോ. ഒരു മാപ്പിംഗ് നമ്മൾ സാധാരണ f(x) = 2x അല്ലെങ്കിൽ f(x) = x² എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഇമേജും ഇത് തന്നെ. ഇമേജ് നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജും പെട്ടെന്ന് പറയാൻ പറ്റും. ഓരോ ആളുകളുടെയും ഓരോ എലമെൻ്റെയും ഇമേജ് പെട്ടെന്ന് പറയാൻ പറ്റും അണ്ടർ ദാറ്റ് മാപ്പിംഗ്. അപ്പോൾ നോക്കൂ, സിഗ്മ 2 എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു.
അപ്പോൾ ഇതും ഒരു 1 2 പോകുന്നു. സിഗ്മ 2 ഓഫ് 1 ഈസ് ഈക്വൽ ടു 2, സിഗ്മ 2 ഓഫ് 2 ഈസ് ഈക്വൽ ടു 3, സിഗ്മ 2 ഓഫ് 3 ഈക്വൽ ടു 1 അല്ലേ? ഇതും ഒരു 1 1 on 2 മാപ്പ് അല്ലേ? എയിൽ നിന്ന് എയിലോട്ടുള്ളൊരു 1 1. അപ്പോൾ ഇതും ഒരു പെർമ്യൂട്ടേഷനാണ് എയിൽ. അപ്പോൾ ഇങ്ങനെ എത്ര പെർമ്യൂട്ടേഷൻസ് നിങ്ങൾക്ക് എയിൽ കണ്ടെത്താൻ പറ്റും? വെരി ക്ലിയർ അല്ലേ? എത്ര പെർമ്യൂട്ടേഷൻസ് പറ്റും? 3 ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് അല്ലേ? 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 6 പെർമ്യൂട്ടേഷൻസ് നമുക്ക് ഇവിടെ എ എന്ന് പറയുന്ന 3 എലമെൻ്റ് ഉള്ളൊരു സെറ്റിനകത്ത് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറൽ കേസിൽ ഇപ്പോൾ n എലമെൻ്റ് ഉള്ള ഒരു സെറ്റ്, കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് n ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ദിസ് സെറ്റ് എ കണ്ടെയ്ൻസ് n എലമെൻറ്റ്സ്. ദെൻ ഹൗ മെനി പെർമ്യൂട്ടേഷൻസ് ആർ ദർ ഓൺ എ? ക്ലിയർലി ഇറ്റ് ഈസ് n ഫാക്ടോറിയൽ. So, what is the connection of permutation in our abstract algebra? That is our question. അപ്പോൾ നമ്മളുടെ അബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയിലോട്ട്, അതായത് ഗ്രൂപ്പ് ഇതൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പെർമ്യൂട്ടേഷൻ എന്താ സ്ഥാനം എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. n എലമെൻ്റ് ഉള്ള ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസും നമ്മളൊരു സെറ്റിനകത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ സിഗ്മ 1 സിഗ്മ 2 അങ്ങനെ n ഫാക്ടോറിയൽ ആളുകൾ ഒരു സെറ്റിനകത്ത് എഴുതി, ഈ സെറ്റ് ഞാനിപ്പോൾ എന്താ കൊടുക്കുക, നമ്മൾ ജി എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഈ ജി ടുഗദർ, ഇത് ഓരോന്നും ഫങ്ഷൻസ് ആണെന്ന് അറിയാമല്ലോ എൻ്റെ കുട്ടികൾക്ക്. ഇത് ഓരോന്നും ഫങ്ഷൻസാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഓപ്പറേഷൻ നിങ്ങൾ മനസ്സിലാലോചിച്ചോളൂ എന്താ ഞാൻ എഴുതാൻ പോകണമെന്ന്. ജി ടുഗദർ വിത്ത് ഫങ്ഷൻ കോമ്പോസിഷൻ. G together with G is what? G is a set of all permutations on this set of n letters. N letters means A is equal to 1 2 3 up to n. അല്ലേ? അപ്പോൾ ഇവിടെ n ലെറ്റേഴ്സ് വന്നു. ഇത് ABCD n എണ്ണം ആവാം, ഞാൻ 1 2 3 n ആവാം, ഇനിയിപ്പോൾ ഏത് വേണമെങ്കിലും n എണ്ണം. ഞാൻ ജസ്റ്റ് നമ്മളെപ്പോഴും 1 2 3 n എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഈ എയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പെർമ്യൂട്ടേഷൻസ് എത്ര ഉണ്ടാവും? n ഫാക്ടോറിയൽ ആളുകളുണ്ടാവും. ആ n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസിനെയും ഒരു സെറ്റിനകത്ത് എഴുതി, അത് G എന്ന് വിളിച്ചു നമ്മൾ അല്ലേ? അപ്പോൾ ഈ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റാണോ ഒരു ഫംഗ്ഷൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം പറയാൻ പറ്റണം. പെർമ്യൂട്ടേഷൻ ഓൺ എ സെറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഓൺ ദാറ്റ് സെറ്റ്. ഒരു ഫംഗ്ഷനാണത് അല്ലേ പെർമ്യൂട്ടേഷൻ. അപ്പോൾ നോക്കൂ, ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോമ്പോസിഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ കോമ്പോസിഷൻ വിത്ത് റെസ്പെക്ട് ടു യുവർ സെറ്റ് ജി ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എന്താ ബന്ധം എന്ന് മനസ്സിലായി? ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ് നമ്മൾ, പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെയാണ് ഇവിടെ 2 പെർമ്യൂട്ടേഷൻ, സാധാരണ പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുക, ഇവിടെ കോമ്പോസിഷനാണ് ഓപ്പറേഷൻ എങ്കിലും മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുക. അവിടെ ഓപ്പറേഷൻ കോമ്പോസിഷൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് 2 പെർമ്യൂട്ടേഷൻസ് നോക്കൂ. ഇപ്പോൾ ഈ 2 പെർമ്യൂട്ടേഷൻസ് നമ്മൾ പറഞ്ഞു, ഈ സെറ്റിനകത്ത് വരുന്ന 2 പെർമ്യൂട്ടേഷൻസ് ആണ് ഈ സിഗ്മ 1ഉം സിഗ്മ 2ഉം അല്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത് ഇവിടെ സിഗ്മ 1 കോമ്പോസിഷൻ, ഞാൻ കോമ്പോസിഷൻ ആണെന്നല്ലേ പറഞ്ഞത്, സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ജി ടുഗദർ വിത്ത് ഫംഗ്ഷൻ കോമ്പോസിഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു ഞാൻ പറഞ്ഞെങ്കിലും, ഗ്രൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ വെറുതെ അങ്ങോട്ടൊരു സെറ്റ് പറഞ്ഞു ഒരു ഓപ്പറേഷൻ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യണമെന്ന് കണ്ണടച്ച് പറയാനൊന്നും പറ്റൂല. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റുക? അത് ഗ്രൂപ്പ് ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തെല്ലാമാണ് ഗ്രൂപ്പ് ആക്സിയംസ്? ആദ്യം അതിനകത്തൊരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യണം. ആ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആവണം. ഐഡൻറ്റിറ്റി, ആ ബൈനറി ഓപ്പറേഷന് വിത്ത് റെസ്പെക്ട് ടു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടാവണം. അതുപോലെ ഏത് സെറ്റാണോ എടുക്കുന്നത് ആ സെറ്റിനകത്ത് ഓരോ എലമെൻറ്റിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലേ അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുള്ളൂ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ബൈനറി ഓപ്പറേഷൻ. സോ അപ്പം ഞാനിപ്പോൾ പറഞ്ഞു ഫംഗ്ഷൻ കോമ്പോസിഷൻ ഞാൻ പറഞ്ഞെങ്കിലും, അപ്പോൾ ഈ ഫംഗ്ഷൻ അതായത് ഇപ്പോൾ ഈ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പെർമ്യൂട്ടേഷൻസ് ആണ്, എയിൽ നിന്ന് എയിലോട്ടുള്ള പെർമ്യൂട്ടേഷൻസ് ആണ്. ഞാനിപ്പോൾ ഈ 2 ജസ്റ്റ് കൺസിഡർ ചെയ്തു. നിങ്ങൾക്കറിയാം 6 ആളുകളുണ്ടെന്നറിയാം, 3 ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ഉണ്ടെന്നറിയാം. അതിൽ ഞാനിപ്പോൾ 2 ആൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ
ഇവിടെ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തു, കോമ്പോസിഷൻ ഡിഫൈൻ ചെയ്തു, അതിന് വിത്ത് റെസ്പെക്ട് ടു ഗ്രൂപ്പ് ആണെന്നൊക്കെ പറയണമെങ്കിൽ ആദ്യം അതൊരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് നോക്കണ്ടേ. അതിനുവേണ്ടി ഞാൻ ഈ എക്സാമ്പിളിലൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. നിങ്ങൾക്കറിയാം ഫംഗ്ഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ, ക്ലോസ്ഡ് ബൈനറി ഓപ്പറേഷൻ ആണെന്നറിയാം. ക്ലോസ്ഡ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, ബൈനറി ഓപ്പറേഷൻ ആണെന്ന് അറിയാം. പക്ഷേ ഇവിടെ ഇത് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ, സിഗ്മ 1ഉം സിഗ്മ 2ഉം എയിൽ നിന്ന് എയിലോട്ടുള്ള ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2ഉം ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഓൺ എ ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 നമുക്ക് എങ്ങനെ ഇമേജ് നോക്കൂ. നമ്മളുടെ സിഗ്മ 1ഉം എയിൽ നിന്ന് എയിലോട്ടാണ്, സിഗ്മ 2ഉം എയിൽ നിന്ന് എയിലോട്ടാണ്. അപ്പോൾ സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 എയിൽ നിന്ന് എയിലോട്ട് തന്നെ, അതിൽ തർക്കമൊന്നുമില്ല. ബൈജക്ഷൻ ആണോ എന്ന് മാത്രം നോക്കണം നമുക്ക്, അല്ലേ. അപ്പോൾ നോക്കൂ, സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 എന്ന് പറയുന്ന പെർമ്യൂട്ടേഷനെ ഞാനിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പെർമ്യൂട്ടേഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഡൊമൈനിലെ എലമെൻറ്റ്സ്, ഡൊമൈൻ എ തന്നെയാണ്, അത് എഴുതി. ഇനി എന്ത് ചെയ്യണം, താഴെ എന്താ എഴുതേണ്ടത്, ഈ സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 1നെ എങ്ങോട്ട് മാപ്പ് ചെയ്യിക്കുന്നു, അതെങ്ങനെയാണ് മാപ്പ് ചെയ്യുക, 1നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എങ്ങനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 ഓഫ് 1 എന്താ വരിക, ഫംഗ്ഷൻ കോമ്പോസിഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യണം നിങ്ങൾക്കറിയാം. സിഗ്മ 1 ഓഫ് സിഗ്മ 2 ഓഫ് 1 അല്ലേ, അതല്ലേ ഇത് വരുന്നത്. സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 ഓഫ് 1 എന്ന് പറയുന്നത് സിഗ്മ 1 ഓഫ് സിഗ്മ 2 ഓഫ് 1. അപ്പോൾ സിഗ്മ 2 ഓഫ് 1 എന്താ, സിഗ്മ 2 1നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1നെ 2ലോട്ട് കൊണ്ടുപോകുന്നു അല്ലേ. അപ്പോൾ സിഗ്മ 1 ഓഫ് 1നെ 2ലോട്ട് കൊണ്ടുപോയി 2. ഇനി സിഗ്മ 1 ഓഫ് 2 എന്താ, സിഗ്മ 1 2നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, സിഗ്മ 1 എവിടെ, ഇതാ സിഗ്മ 1 2നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, 2ലോട്ട് തന്നെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ സിഗ്മ 1 എങ്ങോട്ടാണ് പോകുന്നത്, അണ്ടർ ദിസ് മാപ്പ് 2ലോട്ട്. കിട്ടിയോ. ഇനി അടുത്തത് ഇതുപോലെ അടുത്ത ആളെ കണ്ടെത്താം. സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 ഓഫ് അടുത്ത ആളാര എലമെൻറ്റ് 2 ആണല്ലേ. ഇതുപോലെ പെട്ടെന്ന് ചെയ്യൂ. സിഗ്മ 1 ഓഫ് സിഗ്മ 2 ഓഫ് 2, സിഗ്മ 2 ഓഫ് 2 ആരാ, സിഗ്മ 2 ഓഫ് 2 3 അല്ലേ. സിഗ്മ 1 ഓഫ് 3 ആരാ, 3 തന്നെ. അപ്പോൾ 2നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, 3ലോട്ട്. ഇനി പെട്ടെന്ന് ഇങ്ങനെ എഴുതി നോക്കാതെ തന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ നോക്കൂ, നമുക്ക് അടുത്ത് കണ്ടെത്തേണ്ട ആരാ, സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 ഓഫ് 3 ആരാണെന്ന് നോക്കണം അല്ലേ. അപ്പോൾ നോക്കേണ്ടത് സിഗ്മ 2 3യെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു, 1ലോട്ട് കൊണ്ടുപോകുന്നു. 1 അണ്ടർ സിഗ്മ 1 എങ്ങോട്ടാണ് പോകുന്നു, 1ലോട്ട്. അത് പിന്നെ ഒരേ ഒരാളായതുകൊണ്ട്. അപ്പോൾ നോക്കൂ, ഇതും ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്, എയിൽ നിന്ന് എയിലോട്ടുള്ളൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. സോ സിഗ്മ 1 അതായത് ഇന്ന് പറയാം ഈ സെറ്റ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ഫംഗ്ഷൻ കോമ്പോസിഷൻ. കിട്ടിയോ. ഈ സെറ്റ് എന്ന് പറയുന്ന ഇതിനകത്ത് എലമെൻറ്റ്സ് എന്താ വരുന്നത്, പെർമ്യൂട്ടേഷൻസ് ഓൺ ഒരു സെറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണം. ഇവിടെ ഒരു സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് ഇപ്പോൾ 3 എലമെൻ്റ് ഉള്ള സെറ്റ് ആവാം, 4 എലമെൻ്റ് ഉള്ളതാവാം, 2 എലമെൻ്റ് ഉള്ളതാവാം, എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്ത് അതിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന, അത് യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പെർമ്യൂട്ടേഷൻസ്, ബൈജക്ഷൻസ് ഫ്രം എ ടു ഇറ്റ് സെൽഫ്, അതാണ് ഈ സെറ്റിനകത്ത് വരുന്നത്. അവിടെ ഫംഗ്ഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ കൊടുക്കുന്നു. സോ ഫംഗ്ഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. ഇറ്റ് ഇസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ജി എന്ന് കിട്ടി. ഇനി ബാക്കി ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ബാക്കി ആക്സിയംസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗ്ഷൻ കോമ്പോസിഷൻ അസോസിയേറ്റീവ് ആണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അസോസിയേറ്റിവിറ്റി പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടോ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്, സിഗ്മ 1 ഞാൻ പറഞ്ഞു ഇതൊരു ഐഡൻറ്റിറ്റി മാപ്പ് എന്ന് പറയുന്നത് ഒരു പെർമ്യൂട്ടേഷനാണ് അല്ലേ. ഇത് ഐഡൻറ്റിറ്റി മാപ്പ് അല്ലേ, 1നെ 1ലോട്ട് തന്നെ ഐഡൻറ്റിറ്റി, അതായത് എലമെൻറ്റിനെ ആ എലമെൻറ്റിലോട്ട് തന്നെ മാപ്പ് ചെയ്യിക്കുന്നു, വ്യത്യാസങ്ങളൊന്നുമില്ല. ഐഡൻറ്റിറ്റി 2നെ 2ലോട്ട്, 3നെ 3ലോട്ട് തന്നെ മാപ്പ് ചെയ്യിക്കുന്നു. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 എടുത്തു അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 നിങ്ങൾക്ക് എന്താ കിട്ടിയത്, ഇതല്ലേ കിട്ടിയത് ആൻസർ. ഇയാൾ ആരാ, ഇയാൾ ഈസ് ഈക്വൽ ടു നമ്മളുടെ സിഗ്മ 2 അല്ലേ. സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 എന്ന് പറയുന്നത് ഇവിടെ സിഗ്മ 1 ആരായിരുന്നു, ഈ ഫംഗ്ഷൻ ആയിരുന്നു. ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരെന്താ, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ
ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇയാൾ ഇതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് സിഗ്മ 1 കോമ്പോസിഷൻ സിഗ്മ 2 എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താ കിട്ടിയത്, സിഗ്മ 2 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, ഐഡൻറ്റിറ്റി മാപ്പ് ഒരു പെർമ്യൂട്ടേഷൻ ആയതുകൊണ്ട് ഐഡൻറ്റിറ്റി ഐ ഫ്രം എ ടു എ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ഐ ഓഫ് എ ഈസ് ഈക്വൽ ടു എ ഫോർ എവറി എ ബിലോങ്സ് ടു എ അല്ലേ. Since this is a permutation, this is a bijection, this I belongs to G. Also we know that I composition sigma is equal to sigma composition I. Okay, so identity element also exists. Now you have to check the third axiom. What is the third axiom? Existence of inverse. So to check whether each element in this set has an inverse, you just take an arbitrary element from G. Okay, suppose you take arbitrary element. Arbitrary element means no specification. You just take an element from G and denote that element by sigma, and you have to find an inverse for sigma. What is the inverse? What is mean by inverse of an element? Inverse of an element means when we operate the inverse with the element, you got the identity of the set. So to check whether there exists inverse for each element in this set, you just take an arbitrary element sigma and you need to find an inverse for this element. അപ്പോൾ നോക്കൂ, അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് ഇതിനകത്ത് എലമെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർമ്യൂട്ടേഷൻ ഓൺ എയിലൊരു പെർമ്യൂട്ടേഷൻ ആണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൈജെക്ഷൻ ഓൺ എ. Okay, now you just bijection means it is 1 1 and on 2. Okay, so sigma from A to A is 1 1 on 2. Is it clear? So if we take 1 1 means suppose you take an A dash belongs to this A. Since sigma is on 2, there exists some A belongs to this domain such that sigma of A is equal to A dash. Okay, sigma of A equal to A dash. Now, what about this will imply sigma inverse of A dash is equal to A. You just sigma inverse of, you just multiply both sides of this equation with the sigma inverse, and sigma inverse sigma inverse of A dash is equal to A. You just multiply both sides of this equation with a sigma inverse. Sigma, you know that sigma is a bijection. So sigma inverse, what about the inverse of this mapping? Sigma inverse is also from A to A, and sigma inverse is a function from A to A. You just multiply this with multiply sigma inverse on both sides of this equation, then you got this relation. Now what about your I of A? I of A is what? I of A, I is the identity map. So I of A is what? I of A is equal to A. Okay, I of A is equal to A. This A you can write as what is your A here? Sigma inverse of A dash. What is your A dash here? You know that A is sigma inverse of A dash. So you just replace this A by sigma inverse of A dash. Now what is your A dash here? Your A dash is sigma of A. So you just substitute sigma of A in the place of A dash. So what we got? Sigma inverse of sigma of A. What is this? Sigma inverse composition sigma of A. Okay. So here we got that I is equal to, this is true for each A belongs to A. So you can conclude that your
I is equal to sigma inverse composition sigma. Now you have to verify whether sigma composition sigma inverse reverse എടുക്കുക sigma composition sigma inverse is also equal to I ആണോ എന്ന് ചെക്ക് ചെയ്യണം. So to check whether this is true or not, അത് ട്രൂ ആണെങ്കിൽ മാത്രമേ സിഗ്മ ഇൻവേഴ്സ് എന്ന് പറയുന്ന സിഗ്മയുടെ ഇൻവേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അത് എവിടെ നിന്ന് തുടങ്ങാം നോക്കൂ. ഐ ഓഫ് എ ഡാഷ്, ഇപ്പം ഐ ഓഫ് എ അല്ലേ ഇവിടുന്ന് ചെയ്തത്, നമ്മൾ ഐ ഓഫ് എ ഡാഷ് നോക്കാം. ഐ ഓഫ് എ ഡാഷ് എന്താ വരുന്നത്? എ ഡാഷ് തന്നെയാണ് അല്ലേ. ഐ ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് തന്നെയാണ്. എ ഡാഷ് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഓഫ്, ഇവിടെ ഉണ്ട് കേട്ടോ. എ ഡാഷ് എങ്ങനെ എഴുതാം? സിഗ്മ ഓഫ് എ എന്ന് എഴുതാം അല്ലേ. എ ഡാഷ് നമുക്ക് സിഗ്മ ഓഫ് എ എന്ന് എഴുതാം. ഇനി എന്താ പറയേണ്ടത്? സിഗ്മ ഓഫ് എ ഈക്വൽ ടു എ ഡാഷ്. ഇനി എ എന്താ ഇവിടെ മക്കളെ? എ എന്താ? എ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻവേഴ്സ് ഓഫ് എ ഡാഷ്. അപ്പോൾ സിഗ്മ ഇൻവേഴ്സ് ഓഫ് എ ഡാഷ്. സോ ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ കോമ്പോസിഷൻ സിഗ്മ ഇൻവേഴ്സ് ഓഫ് എ ഡാഷ്. What is this? This is I of A dash. So I of A dash is equal to sigma composition sigma inverse of A dash. This is true for each A dash belongs to this A. So we can conclude that I is equal to sigma composition sigma inverse. So ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് I is equal to sigma inverse composition sigma എന്ന്. ഇപ്പോൾ നമ്മൾക്ക് കിട്ടി I is equal to സിഗ്മ കോമ്പോസിഷൻ സിഗ്മ ഇൻവേഴ്സ്. ഇവിടെ സിഗ്മ ഇൻവേഴ്സ് കോമ്പോസിഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു ഐ, ഇവിടെ സിഗ്മ കോമ്പോസിഷൻ സിഗ്മ. അപ്പോൾ എന്ത് കിട്ടി? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇൻവേഴ്സുകൾ. സിഗ്മ ഇൻവേഴ്സ് കോമ്പോസിഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു ഐ അല്ലേ. സോ ഇൻവേഴ്സ് ഫോർ സിഗ്മ ഓൾസോ എക്സിസ്റ്റ്. സോ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് your G with the operation function composition is a group. Okay, and there is a particular name for that group. Particular name. The name for that group is a symmetric group. SYMME, symmetric group. Symmetric group. Symmetric group of all permutations on n letters. അപ്പോൾ എന്താ ഈ എൻ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്? നിങ്ങൾ എടുത്തിട്ടുള്ള സെറ്റ് കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എൻ ആയിരുന്നു അല്ലേ. അവിടെ ഈ n എലമെൻറ്റ്സ് ഉള്ള സെറ്റിൽ നിന്ന് സെറ്റിനകത്ത് എത്ര ബൈജക്ഷൻസ്